ഈ കാണുന്ന ട്രെയിൽ നമ്മുടെ അക്വേറിയങ്ങളിൽ ബ്രീഡായിട്ട് ഇറങ്ങിയ ആൽബിനോ ഫുൾ റെഡ് ഗപ്പിയുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. 5 എണ്ണത്തിനെയാണ് നമ്മൾ ട്രെയിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിൽ 2 എണ്ണം ഡെഡായി പോയി, ബാക്കി 3 എണ്ണം നമുക്ക് സർവൈവ് ചെയ്ത് കിട്ടി. ഒരു മെയിലും പിന്നെ ബാക്കി 2 എണ്ണം ഫീമെയിലും ആണ്. കണ്ടില്ലേ, ഈ കാണുന്ന ഒരു സൈസിലേക്ക് അവർ വളർന്നു വലുതായിട്ടുണ്ട്. ഇപ്പോൾ ഈ ട്രെയിൽ എടുക്കുന്നത് വലിയ സൈസായിട്ടുള്ള ഒരു ക്രേഫിഷിൻ്റെ കുഞ്ഞാണ്. ഈ കാണുന്ന അക്വേറിയത്തിലാണ് നമ്മൾ ഓരോ പെയർ ആൽബിനോ ഫുൾ റെഡ് ഗപ്പികളെ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇതിൽ നിന്ന് ബ്രീഡായിട്ട് ഇറങ്ങുന്ന കുഞ്ഞുങ്ങളെയാണ് നമ്മൾ നേരത്തെ കാണിച്ച ട്രെയിലേക്ക് ഇറക്കി വിടാറുള്ളത്. ഈ കാണുന്ന 2 അക്വേറിയങ്ങളിലും നമ്മൾ ഓരോ പേര് ആൽബിനോ ഫുൾ റെഡ് ഗപ്പികളെ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു. 2നെയും നമ്മുടെ ഔട്ട്ഡോർ ടാങ്കിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്നതാണ്. പക്ഷേ ഈ 2 അക്വേറിയങ്ങളിലും ഇപ്പോൾ ഫീമെയിൽ മാത്രമേ സർവൈവ് ചെയ്യുന്നുള്ളൂ. 2 മെയിലുകൾ ഉണ്ടായിരുന്നു, 2ഉം ഡെഡായി പോയി. ഫീമെയിലുകൾ നല്ല ഹെൽത്തി ആയിട്ട് എപ്പോഴും നിൽക്കുന്നുണ്ട്, പക്ഷേ മെയിലുകളാണ് ഡെഡായി പോകുന്നത്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നു കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു വീക്കായിട്ടാണെന്ന് തോന്നുന്നു. ഇനി ഏതെങ്കിലും രീതിയിൽ ഈ ഫീമെയിൽ ഗപ്പികൾ മെയിൽ ഗപ്പികളുമായിട്ട് അഗ്രസീവ് ആവുക, അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിട്ടാണോ ഡെഡായി പോകുന്നതെന്ന് നമുക്കറിയില്ല. നമ്മളിപ്പോൾ ട്രേകളിൽ നിന്ന് കളക്ട് ചെയ്ത ഈ 3 കുഞ്ഞുങ്ങളെയും നമ്മളിപ്പോൾ നമ്മുടെ ഔട്ട്ഡോർ ടാങ്കിലേക്ക് ഇറക്കി വിടാനായിട്ട് പോവുകയാണ്. പിന്നെ നമ്മളിപ്പോൾ കാണിച്ച ഈ 2 അഡൾട്ട് ഫീമെയിൽ ഗപ്പികളെയും നമ്മൾ ഔട്ട്ഡോർ ടാങ്കിലേക്ക് മാറ്റാൻ പോവുകയാണ്. കാരണം നമുക്ക് അവിടെ കുറച്ചും കൂടി കെയർ ഈസി ആയിട്ട് തോന്നി. ആ ടാങ്കിൽ നമ്മുടെ അഡൾട്ട് സൈസിൻ്റെ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ആണെങ്കിലും ഗ്രോത്ത് നല്ല ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നാച്ചുറലായിട്ട് ബ്രീഡിങ്ങും നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഈ 3 കുഞ്ഞുങ്ങളെയും നേരത്തെ അക്വേറിയത്തിൽ കാണിച്ച 2 ഫീമെയിൽ ഗപ്പികളെയും ആ ഒരു ഔട്ട്ഡോർ ടാങ്കിലേക്ക് മാറ്റാനായിട്ട് നമ്മൾ തീരുമാനിച്ചത്. പക്ഷേ നമുക്ക് അക്വേറിയങ്ങളിലേക്ക് തീർച്ചയായിട്ടും മീനുകളെ വേണം, കാരണം അതിനകത്ത് ചെടികളുണ്ട്, നമ്മുടെ ജാവാഫൺ ചെടികൾ. അപ്പോൾ അവർക്കുള്ള ന്യൂട്രിയൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മീനുകളുടെ വേസ്റ്റിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഏത് മീനുകളെയാണ് വാങ്ങാനായിട്ട് പ്ലാൻ ചെയ്തേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഞ്ചലുകളെയാണ്. അപ്പോൾ പ്ലാറ്റിനം വൈറ്റ് ഏഞ്ചലുകൾ അല്ലെങ്കിൽ ആൽബിനോ ഏഞ്ചലിനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ സൈസിനെ വാങ്ങിയിട്ട് ഈ 2 അക്വേറിയങ്ങളിലേക്കും വിടാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ അനൂബിയാസ് വളർത്തുന്ന ഈ മിനി അക്വേറിയത്തിൽ കിടക്കുന്ന ഒരു പ്ലാറ്റിനം വൈറ്റ് ഏഞ്ചലാണ്. അപ്പോൾ ഈ സെയിം പ്ലാറ്റിനം വൈറ്റ് അല്ലെങ്കിൽ ആൽബിനോ വെറൈറ്റി, അപ്പോൾ ഇതിൻ്റെ ചെറിയ സൈസിനെ 2 എണ്ണത്തിന് കിട്ടുകയാണെങ്കിൽ നമ്മൾ വാങ്ങാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ 2 അക്വേറിയങ്ങളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സിംഗിൾ പീസ് ഏഞ്ചൽ ഫിഷുകളാകുമ്പോൾ ഈ കാണുന്ന അക്വേറിയത്തിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഇങ്ങനെയാകുമ്പോൾ കുഴപ്പമില്ലാത്ത ഗ്രോത്തും കിട്ടും. അപ്പോൾ ഇതുപോലെ ചെടികൾ വളർത്തുന്ന ടാങ്കുകളിൽ അല്ലെങ്കിൽ അക്വേറിയങ്ങളിലൊക്കെ നമ്മൾ ഇതുപോലെ സിംഗിൾ പീസ് ഏഞ്ചലുകളായിരിക്കും ഇടുന്നത്. ഇതാകുമ്പോൾ നമുക്ക് കെയർ ചെയ്യാനും എളുപ്പമാണ്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അക്വേറിയങ്ങളിൽ 2 പീസിനേക്ക് ഇടാം. ഭാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പെയറായിട്ട് അതിനകത്ത് തന്നെ ബ്രീഡായിക്കോളും. പക്ഷേ എന്തായാലും ഞാൻ ബ്രീഡിംഗ് ഒന്നും ഫോക്കസ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഒരു ഫിഷ് ടാങ്കിൽ, ഇപ്പോൾ ചെടികൾ കിടക്കുന്ന ഒരു ഫിഷ് ടാങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു സിംഗിൾ പീസ് ഏഞ്ചൽ ഫിഷിനെ ഇടാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ആൽബിനോ ഫുൾ റെഡ് ഗപ്പികളെ അതുപോലെയുള്ള ചെറിയ മത്സ്യങ്ങളൊന്നും അക്വേറിയങ്ങളിലേക്ക് പ്രിഫർ ചെയ്യുന്നില്ല. എല്ലാവരെയും ഇതുപോലെ ഔട്ട്ഡോർ ടാങ്കുകളിൽ ഇട്ടിട്ട് നാച്ചുറലായിട്ട് വളർത്താൻ അല്ലെങ്കിൽ ബ്രീഡ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഏഞ്ചൽ ഫിഷുകളെ വാങ്ങിയതിന് ശേഷം അക്വേറിയങ്ങളിലേക്ക് ഇറക്കി വിടുന്ന വീഡിയോ ചെയ്യാം. പിന്നെ നമ്മുടെ ബക്കറ്റുകളിൽ കിടക്കുന്ന ബ്ലാക്ക് ജൈൻറ്റ് ഗൗരാമികൾ 3 എണ്ണം കിടക്കുന്നുണ്ട്. അവരെ നമ്മൾ ഔട്ട്ഡോർ ടാങ്കിലേക്ക് ഇറക്കി വിടാൻ പോവുകയാണ്. എന്നിട്ട് ചെറിയ സൈസ് ആൽബിനോ ജൈൻറ്റ് ഗൗരാമികളെ ഈ ബക്കറ്റിലേക്ക് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ വരും ദിവസങ്ങളിൽ വീഡിയോകളിലായിട്ട് പറയാം.